നമസ്കാരം. ഇറാനെതിരെ ബോംബ് പൊട്ടിച്ച് അമേരിക്ക. സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയെങ്കിലും പുതിയ നിബന്ധന മുന്നോട്ട് വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത് സമാധാന ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കുകയാണ്. ഇനിയും ഇറാനെതിരെ ബോംബ് പൊട്ടിച്ച് അമേരിക്ക മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം. ഹോർമുസ് കടലെടുക്ക് തുറന്നു നൽകുക, കൂടാതെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, ഇറാന് നഷ്ടപരിഹാരം നൽകില്ല തുടങ്ങിയ കടുത്ത നിബന്ധനകൾക്ക് പുറമെയാണ് ട്രംപ് പുതിയ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ സമാധാന ചർച്ചകൾ വഴിമുട്ടുകയാണ്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ഉന്നതതല ചർച്ചകൾക്കിടെ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തലവന്മാരോട് അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാൻ താൻ ആവശ്യപ്പെട്ടതായിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ടെഹ്റാനുമായിട്ട് ഒരു കരാർ സാധ്യമായില്ല എങ്കിൽ മേഖലയിൽ വലിയ സംഘർഷങ്ങൾക്ക് അത് വഴിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന കരാർ അന്തിമമാക്കുകയാണ് എങ്കിൽ ഇറാനും ഉടമ്പടിയുടെ ഭാഗമാകും എന്നുകൂടി ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ടെഹ്റാനുമായിട്ടുള്ള സമാധാന കരാറിനെ പശ്ചിമേഷ്യയിലെ വലിയ നയതന്ത്ര നീക്കങ്ങളുമായി ബന്ധപ്പെടുത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. സൗദി, ഖത്തർ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം. അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ഇറാനുമായിട്ടുള്ള ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെട്ടാൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വലുതും ശക്തവുമായിട്ടുള്ള യുദ്ധക്കളത്തിലേക്കും വെടിവെപ്പിലേക്കും മേഖലയെ അത് തള്ളിവിടുമെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഇറാനിൽ വീണ്ടും ബോംബ് വർഷം തുടങ്ങും എന്നർത്ഥം. സൗദി കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽത്താനി, പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എൽദോഗൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസിം, കൂടാതെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ എന്നിവരുൾപ്പെടെ നിരവധി മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ട് ട്രംപ് ടെലിഫോൺ സംഭാഷണം അടക്കം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇറാനുമായിട്ടുള്ള സമാധാന ഉടമ്പടി യാഥാർത്ഥ്യമായാൽ ഈ ചർച്ചകളിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ നിർബന്ധമായിട്ടും ഒപ്പിടേണ്ടതുണ്ട് എന്ന് ട്രംപ് നേതാക്കളോട് പറഞ്ഞതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യ ഭരണകാലത്ത് രൂപം കൊണ്ട അബ്രഹാം ഉടമ്പടി UAE, ബഹ്റൈൻ, മൊറാക്കോ, സുഡാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള അഭിവൃദ്ധി നൽകിയിട്ടുണ്ട് എന്നുകൂടിയുള്ള ഒരു അവകാശവാദം കൂടി ട്രംപ് മുന്നോട്ട് വെക്കുകയാണ്. സത്യത്തിൽ സൗദി അറേബ്യയും ഖത്തറും ഉടനടി ഇതിൽ ഒപ്പിടുന്നതിലൂടെ ഇത് ആരംഭിക്കുകയും മറ്റെല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ പിന്തുടരുകയും വേണമെന്ന് ട്രംപ് ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. വാഷിംഗ്ടണുമായിട്ട് ഇറാൻ ഒരു സമാധാന കരാർ അന്തിമമാക്കിയാൽ ഇറാനെയും ഉടമ്പടിയുടെ ഭാഗമാക്കുന്നത് പരിഗണിക്കുമെന്ന് കൂടി ട്രംപ് വിശദീകരിച്ചു വെക്കുമ്പോൾ എന്താണ് എബ്രഹാം ഉടമ്പടി എന്ന് പറയുന്നത്? 2020 ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കെയാണ് എബ്രഹാം ഉടമ്പടി കൊണ്ടുവന്നത്. ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സമ്മതിച്ച സാഹചര്യത്തിൽ US മധ്യസ്ഥതയിലുള്ള കരാർ ആണ് ഈ എബ്രഹാം ഉടമ്പടി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. UAE, ബഹ്റൈൻ, മൊറാക്കോ, സുഡാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതിനകം തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത്. സൗദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ ഭരണ നേതൃത്വവുമായിട്ട് താൻ സംസാരിച്ചതായിട്ട് ട്രംപ് തിങ്കളാഴ്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂ സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ മേഖലയിലെ സമാധാനത്തിനായിട്ട് അമേരിക്ക നടത്തിയ ശ്രമങ്ങൾ കണക്കിലെടുത്ത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരേ സമയം എബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഉടമ്പടി വിപുലീകരണത്തിന് സൗദി അറേബ്യയും ഖത്തറും ഉടൻ ഒപ്പുവെച്ചുകൊണ്ട് തുടക്കം കുറിക്കണമെന്നും മറ്റു രാജ്യങ്ങൾ അത് പിന്തുടരണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പാലസ്തീൻ പ്രസിഡന്റ് വ്യക്തമായിട്ടുള്ള ദുരാഷ്ട്ര പരിഹാരം ഉണ്ടായാൽ മാത്രമേ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകൂ എന്ന് സൗദി നേരത്തെ തന്നെ ട്രംപിനെ അറിയിച്ച സാഹചര്യമായിരുന്നു. ഉടമ്പടിയുടെ ഭാഗമാകാൻ ഇറാനോടും ട്രംപ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഒന്നുകിൽ എല്ലാവർക്കും ലാഭകരമായിട്ട് ഉള്ള ഒരു വലിയൊരു കരാർ, അല്ലെങ്കിൽ വീണ്ടും ശക്തമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധമുഖത്തേക്ക് ഇറാനെ വലിച്ചിഴക്കുക തന്നെയാണ് ട്രംപ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ US ഇറാൻ സമാധാന കരാർ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പുതിയ നീക്കം നടന്നിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും റൂബിയോ ഇന്ത്യയിലടക്കം സന്ദർശനമൊക്കെ നടത്തിയ സമയങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിച്ച റൂബിയോ മണിക്കൂറുകൾക്കകം ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രചാരണങ്ങളൊക്കെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള
ഇസ്മായിൽ ബഗായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വെടിനിർത്തൽ തുടരുകയാണ് എങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതങ്ങൾ, ആ കപ്പൽ ഗതാഗതത്തിൽ ഇറാന്റെ നിയന്ത്രണം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ച് US നാവികസേന അടക്കം ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്ക. പുതിയ നിബന്ധനകൾ മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇറാനെതിരെ വീണ്ടും ബോംബ് പൊട്ടിച്ച് അമേരിക്ക യുദ്ധത്തിന്റെ അലയൊലികൾ സൃഷ്ടിക്കാൻ പോകുന്നു. സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു.